കുണ്ടൂർ കുത്തിയത്തോട് പാലം പായ്ത്തുരുത്തിലേക്ക് മാറ്റിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആവർത്തിച്ച് NDA. 25 കോടിയുടെ പാലം പേരുമാറ്റി സ്ഥാപിച്ചത് അഴിമതിയല്ലാതെ മറ്റെന്താണെന്ന് NDA നേതാക്കൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട 31 വിമാനങ്ങൾ റദ്ദാക്കി. 13 വിമാനങ്ങൾ സർവീസ് നടത്തും. ഗൾഫ് മേഖലയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട 35 വിമാനങ്ങളും റദ്ദാക്കി. അലർജി ഉണ്ടാക്കുമെന്നറിഞ്ഞിട്ടും അത് അവഗണിച്ച് വീട്ടിലുണ്ടാക്കിയ ഞണ്ടുകറി കഴിച്ചു. യുവാവിന് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ദാരുണാന്ത്യം. പനങ്ങാട് കുരീക്കൽ വീട്ടിൽ എൽജിൻ ചൂടാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുണ്ടൂർ കുത്തിയത്തോട് പാലം പായ്ത്തുരുത്തിലേക്ക് മാറ്റിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആവർത്തിച്ച് NDA. മന്ത്രി P. രാജീവിന്റെ ഓഫീസിൽ MLA വിളിച്ചു ചേർത്ത യോഗം 25 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചത് ഇതിന് തെളിവാണ്. 25 കോടിയുടെ പാലം പേരുമാറ്റി സ്ഥാപിച്ചത് അഴിമതിയല്ലാതെ മറ്റെന്താണെന്ന് NDA നേതാക്കൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. 2024 ജനുവരി 8 മന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിൽ പത്തടിപ്പാലം ഗസ്റ്റ് ഹൌസിൽ കുണ്ടൂർ കുത്തിയത്തോട് പാലം അജണ്ടയാക്കി യോഗം ചേർന്നു. ഉച്ചയ്ക്ക് 3:20 ആരംഭിച്ച യോഗത്തിൽ MLA സുനിൽകുമാർ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, വാർഡംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പ്രസ്തുത യോഗത്തിൽ വെച്ച് കുത്തിയത്തോട് പ്രദേശത്തെ ജനങ്ങളുടെ എതിർപ്പുള്ളതുകൊണ്ട് പാലം പായ്ത്തുരുത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഗുണങ്ങളെക്കുറിച്ച് സുനിൽകുമാർ MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയനും മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതായി മിനിറ്റ്സിൽ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് BJPയും NDAയും അഴിമതി ആരോപണം ശക്തമാക്കുന്നത്. എത്രയോ സ്ഥലം അപ്രോച്ച് റോഡിന് വേണ്ടി വില കൊടുത്ത് വാങ്ങണം. ഈ വില കൊടുത്ത് ഇത്രയും ഭൂമി വാങ്ങുന്നതിനാണോ ലാഭം? 8 സെന്റ് സ്ഥലം അവരിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ ലാഭം? മാത്രമല്ല, അവിടുത്തെ പുറമ്പോക്ക് അളന്നാൽ തന്നെ ആ ഈ റോഡിനുള്ള സ്ഥലം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കുണ്ടൂർ ഭാഗത്താണ് അങ്ങനത്തെ വിഷയങ്ങളില്ല. ഈ 2 കുത്തിയതോടും കുണ്ടൂരുമുള്ള മെയിൻ റോഡുമായി ബന്ധിപ്പിക്കുന്ന പാലമാണത്. ഇത് എറണാകുളം ജില്ലയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പാലമാണത്. മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാനുള്ള പല കാരണങ്ങളും ഇതാണ്. ഒന്നാമത്തെ കാരണം ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ശുപാർശ പ്രകാരമാണ് MLA P. രാജീവിൻ്റെ ഓഫീസിൽ പോയി പാലം മാറ്റാനുള്ള തീരുമാനമെടുത്തത് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ അവർ പോയതും തീരുമാനിച്ചത് ശരിയാണ്. പക്ഷേ 25 മിനിറ്റാണ് മന്ത്രിയുടെ മിനിറ്റ്സിലെ ഓഫീസിലെ മിനിറ്റ്സിലെ പകർപ്പ് ഞങ്ങൾക്ക് രേഖാമൂലം കിട്ടിയിട്ടുള്ളത്. 25 മിനിറ്റാണ് ഈ MLA അടക്കമുള്ള ആളുകൾ അവിടെ ചർച്ച ചെയ്തത്. ഈ 25 മിനിറ്റ് കൊണ്ട് ഈ യോഗം തുടങ്ങിയ സമയവും യോഗം അവസാനിച്ച സമയവും വളരെ കൃത്യമായി ഞങ്ങൾക്ക് രേഖാമൂലം നമുക്കുണ്ട്. അവിടെ ചെന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പിന്നെ 2 മെമ്പർമാർ അടക്കമുള്ള, പിന്നെ അവിടുത്തെ എഞ്ചിനീയേഴ്സ്, ഇത്രയും ആളുകളാണ് ഈ പാലത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. അവർ 25 മിനിറ്റ് കൊണ്ട് 25 കോടി പാലത്തിന്റെ തീരുമാനം മാറ്റി മറിച്ചു എന്നുള്ളതാണ്. 25 മിനിറ്റ് കൊണ്ട് യോഗം അവസാനിപ്പിച്ച പദ്ധതി വിശകലനത്തെയും ഇവർ ചോദ്യം ചെയ്യുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് നടക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറ്റിക്കൂടെ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നതും MLA പറയുന്നതും ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യപ്പെടുത്ത് തന്നെയാണ്. MLA പറയുന്നു, MLAയുടെ ആഗ്രഹപ്രകാരം അത് കുത്തിയോട് പാലം തന്നെയാണ് വരേണ്ടത്, പായ്ത്തുരുത്തിലേക്ക് അല്ല വരേണ്ടതെന്ന് അറിയാം. പക്ഷേ ഇവിടെ വെച്ചാൽ അത് ലാപ്സായി പോകും. അതിന് പകരം എന്നാ പാലം അപ്പുറത്ത് പണിതോട്ടെ എന്നുള്ള കഷ്ടപ്പാടിലാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തീർത്തു കൊടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പാലം പണിയാനായിട്ട് MLA മുന്നോട്ട് വരുമോ ഇല്ല എന്നുള്ള MLA പറയട്ടെ. അത് MLA ഒരിക്കലും പറയില്ല. കാര്യം ഈ പറഞ്ഞ ഭാവപ്രകടനങ്ങളെല്ലാം നാടകീയം മാത്രമാണ്, അതൊന്നും ആത്മാർത്ഥമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലുള്ള 8 മീറ്റർ അപ്രോച്ച് റോഡ് കംപ്ലീറ്റഡ് ആണ്. ഈ പാലം ലാൻഡ് ചെയ്യുന്ന അവിടം വരെയുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള 8 മീറ്റർ റോഡിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അവിടെ റോഡ് റെഡിയാണ്. ഈ പാലം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് കഴിഞ്ഞു. ആ നേരം ഈ പറയുന്ന പുതിയ സ്ഥലത്ത് പാലത്തിൻ്റെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പാലത്തിൻ്റെ അവിടേക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷ പോകാൻ പോലുള്ള വഴിയില്ല. അപ്പം 2 സ്ഥലത്തും വഴി പണിത് വരുമ്പോഴുള്ള കാലതാമസവും അവിടെ സ്ഥലം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടും മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ഇവിടുത്തെ പാലം അപ്പുറത്തേക്ക് മാറ്റാൻ തോന്നുന്നത്? അപ്പം ഇത് ഉദ്ദേശം അതല്ല. ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഈ പ്രോജക്റ്റ് അങ്ങോട്ട് മാറ്റിയെന്ന് വരുത്തി തീർക്കുക, ആ പ്രോജക്റ്റിൻ്റെ പണി തുടങ്ങുക, അവിടെയുള്ള കുറച്ച് ആളുകൾക്ക് ഗുണം ചെയ്യാനായിട്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ അവിടെ സ്ഥലം വിൽപ്പന നടത്തുക, കുറച്ച് പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരാൻ
കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത്, ഇത് കുറച്ച് കുത്തക മുതലാളികൾക്ക് വേണ്ടി മാത്രം LDFന്റെ MLA പണിയെടുക്കുന്നു എന്നുള്ളതാണ്. പായിത്തുരുത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ ടൈം മാള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട 31 വിമാനങ്ങൾ റദ്ദാക്കി. 13 വിമാനങ്ങൾ സർവീസ് നടത്തും. അതേസമയം ഗൾഫ് മേഖലയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട 35 വിമാനങ്ങളും റദ്ദാക്കി. ദുബായ്, ജിദ്ദ, റിയാദ്, അബുദാബി, ഷാർജ, മസ്കറ്റ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകും. 11 വിമാനങ്ങൾ ആയിരിക്കും കൊച്ചിയിൽ നിന്ന് സർവീസ് നടത്തുക. 5 വിമാനങ്ങൾ എത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ വ്യോമമേഖല ഭാഗികമായി തുറന്നിരിക്കുകയാണ്. പല വിമാന കമ്പനികളും സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്നും റാസൽ ഖൈമയിൽ നിന്നും വിമാനങ്ങൾ അധിക സർവീസുകൾ നടത്തും. കോഴിക്കോട്, ബംഗളൂരു, കൊച്ചി, മുംബൈ, ദില്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് സർവീസുകളുണ്ട്. മസ്കറ്റിലേക്കും തിരിച്ചും കൂടുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തും. റിലീഫ് ഫ്ലൈറ്റുകളും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 30 സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂരിലേക്കുള്ള 15 സർവീസുകളും കരിപ്പൂരിൽ നിന്നുള്ള 15 സർവീസുകളുമാണ് മുടങ്ങുക. ഇന്ന് 24 അന്താരാഷ്ട്ര സർവീസുകളാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നടത്തുക. കരിപ്പൂരിലേക്ക് 12ഉം കരിപ്പൂരിൽ നിന്ന് 12 സർവീസുമായിരിക്കും ഉണ്ടാകുക. ദുബായ്, ജിദ്ദ, റിയാദ്, അബുദാബി, ഷാർജ, മസ്കറ്റ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകും. മീഡിയ ടൈം നെടുമ്പാശ്ശേരി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കാർഷിക യന്ത്രങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുക്കുക, ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജോലിയിൽ നിന്നും പിരിച്ചുവിടുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സമരം ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് സെക്രട്ടറി IS അക്ഷയ് ഉദ്ഘാടനം ചെയ്തു. അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ ഇവിടെ കഴിഞ്ഞ ഡിസംബറിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം UDFന്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം പുതുതായി നിയമിക്കപ്പെട്ട ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അന്നമനട സ്വദേശി കൂടിയായിട്ടുള്ള അന്നമനടയിലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഖിൽ പോൾ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലേക്കുള്ള വലിയ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഇവർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് പ്രസിഡന്റ് PV വിനു അധ്യക്ഷത വഹിച്ചു. സാന്ദ്ര മോഹനൻ, സാലിഫ് ഫസലുദ്ദീൻ, PP കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA ബൈജു, സിന്ധു അശോക് തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണിയുടെ 10ാമത് ചരമദിനത്തിൽ കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേനത്തുനാട്ടിലെ കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ പ്രിയ നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ ഒരു വെല്ലുവിളികളെ നേരിടാനുള്ള അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യത്തെ അറിയാതെ പ്രദാനം ചെയ്ത ഒരു വലിയ മനുഷ്യൻ കൂടിയാണ്. അതുതന്നെയാണ് ഈ ഓർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു മനുഷ്യന് എത്രത്തോളം തൻ്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന്, ആ വെട്ടിപ്പിടിച്ച ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണമായ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നും തെളിയിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് മണി എന്ന് പറയുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ വർഷത്തെ കലാഭവൻ മണി സ്മാരക പുരസ്കാരം കലാകാരൻ പ്രമോദ് വെളിയനാടിന് സമ്മാനിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ആലിസ് ഷിബു അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭ പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, വാർഡ് മെമ്പർ ഡിൻസി അരുൺ, ക്യാമറമാൻ ഉൽപ്പൻ V നായനാർ, BJP മണ്ഡലം പ്രസിഡന്റ് പ്രജിത്ത്, ഡോക്ടർ RLV രാമകൃഷ്ണൻ, PC മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് സൗത്ത് ജംഗ്ഷനിലെ കലാഭവൻ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡിൽ അനുസ്മരണം നടത്തി. ഡോക്ടർ RLV രാമകൃഷ്ണൻ അധ്യക്ഷനായി. ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു. ഇത് വലിയൊരു സ്മാരകം. നമുക്കറിയാം ചേട്ടൻ്റെ സ്മാരകങ്ങളൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ലൊരു സ്മാരകമായിട്ടാണ് ഈ ഓട്ടോ സ്റ്റാൻഡിനെ
ചേർത്ത് വെച്ചിരുന്നു ഞങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഓട്ടോ ഫീൽഡാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാലക്കുടിയിലെ ഓട്ടോ തൊഴിലാളികളെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു നാമധേയം അവിടെ ഉണ്ടാക്കി വയ്ക്കാനും ആ ഒരു പേരിൽ വർഷാവർഷം ഇങ്ങനെ ഒരു ചടങ്ങ്, ലളിതമായ ചടങ്ങാണെങ്കിലും ഉച്ചഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. അത് തുടർച്ചയായിട്ട് പോവുകയാണ്. കാരണം അവർ അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ഇത് ഇത്രയും വലിയൊരു പരിപാടി അവർ ചെയ്യുന്നത്. CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ടൗൺ ചുറ്റി നടന്ന റാലിയെ തുടർന്ന് നടത്തിയ യോഗം CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ജനവാസ കേന്ദ്രത്തിൽ തുടർച്ചയായി പോർ വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ബോംബിങ്ങിൽ പിഞ്ചു കുട്ടികളടക്കം ആയിരക്കണക്കിന് പേരാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത്. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത രാഷ്ട്രങ്ങളെയും രാഷ്ട്ര നേതാക്കളെയും ചുട്ടുകരിച്ച് തീർക്കാം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേലും അമേരിക്കയും അതിദാരുണമായ രീതിയിലാണ് ലോകത്ത് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഭരണാധികാരിയെ, ആത്മീയ നേതാവിനെ വകവരുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വകവരുത്തിയിരിക്കുന്നു. KP തോമസ് അധ്യക്ഷനായി. TP ജോണി, AM ഗോപി, KI അജിതൻ, PS സന്തോഷ്, KB ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. ഞണ്ടുകറി കഴിച്ച യുവാവിന് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ദാരുണാന്ത്യം. പനങ്ങാട് ചേപ്പനം സ്വദേശി കുരീക്കൽ വീട്ടിൽ എൽജിൻ ചൂടാണ് മരിച്ചത്. അലർജി ഉണ്ടാക്കുമെന്നറിഞ്ഞിട്ടും അത് അവഗണിച്ച് വീട്ടിലുണ്ടാക്കിയ ഞണ്ടുകറി എൽജിൻ കഴിക്കുകയായിരുന്നു. മുമ്പ് ഞണ്ടുകറി കഴിച്ചപ്പോൾ അലർജി ഉണ്ടായതോടെ ഇത് കഴിക്കുന്നത് ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏറെ നാളുകൾക്ക് ശേഷം യുവാവ് ഞണ്ടുകറി കഴിച്ചത്. കഠിനമായ ശ്വാസമുട്ടലും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ട എൽജിനെ ഉടൻ തന്നെ നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുണ്ടൂർ കുത്തിയത്തോട് പാലം പായ്ത്തുരത്തിലേക്ക് മാറ്റിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആവർത്തിച്ച് NDA. 25 കോടിയുടെ പാലം പേരുമാറ്റി സ്ഥാപിച്ചത് അഴിമതിയല്ലാതെ മറ്റെന്താണെന്ന് NDA നേതാക്കൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട 31 വിമാനങ്ങൾ റദ്ദാക്കി. 13 വിമാനങ്ങൾ സർവീസ് നടത്തും. ഗൾഫ് മേഖലയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട 35 വിമാനങ്ങളും റദ്ദാക്കി. അലർജി ഉണ്ടാക്കുമെന്നറിഞ്ഞിട്ടും അത് അവഗണിച്ച് വീട്ടിലുണ്ടാക്കിയ ഞണ്ടുകറി കഴിച്ചു. യുവാവിന് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ദാരുണാന്ത്യം. പനങ്ങാട് കുരീക്കൽ വീട്ടിൽ എൽജിൻ ചൂടാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.